ഉച്ചയൂണിന് പറ്റിയ ഒരു അടിപൊളി ചാറുകറിയാണ്. ചെമ്മീനും മാങ്ങായും ഒക്കെ ചേർത്ത് വീട്ടമ്മമാർ മിക്കവാറും ഒക്കെ കറി വെക്കാറില്ലേ, അതെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കറിയാണത്. അതിൻ്റെ കൂടെ വെള്ളരിക്കയും കൂടെ ചേർത്താൽ അടിപൊളി രുചിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ. ഒരു 300 ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി പുറത്ത് ഞരമ്പെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു കഷ്ണം വെള്ളരിക്ക, ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിന് പുളിക്ക് വേണ്ടിയിട്ട് പച്ചമാങ്ങായാണ് എടുത്തിരിക്കുന്നത്. പച്ചമാങ്ങായോ അല്ലെങ്കിൽ കുടംപുളിയോ വാളംപുളിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ചുമന്നുള്ളി എൻ്റെ കൈക്ക് ഒരു 1.5 പിടി, അതായത് ഒരു 10-25 എണ്ണം ഉണ്ട്. ഇത് 2-3 അരയ്ക്കാനും കടുക് വറക്കാനും പിന്നെ ഇതിൻ്റെ കൂടെ വേവിക്കാനും കൂടെ ഉള്ളതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, ഇതിൻ്റെ കൂടെ വേവിക്കാനും അരയ്ക്കാനും കൂടെ ഉള്ളതാണ് വെളുത്തുള്ളി. 2 പച്ചമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. തേങ്ങ, ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയത്, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ കടുക് വറുക്കാൻ 1/2 ടീസ്പൂൺ കടുക്, 2-3 ചുവന്ന മുളക്, കുറച്ച് ഉള്ളി, കറിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ്, വെള്ളം. Cook with Sophie, sharing 40 years experience. മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളകും ചെറുതാക്കി വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് വീതം. ഞാൻ 2 അല്ലി വെളുത്തുള്ളിയും ഒരല്പം ഇഞ്ചിയും അരപ്പിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. വെള്ളരിക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിന് മൺചട്ടിയിലാണ് ഞാൻ വെക്കുന്നത്. ആദ്യം ചെമ്മീൻ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ പച്ചമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമാങ്ങ, വെള്ളരിക്ക, കുറച്ച് ചുവന്നുള്ളി. അത് ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല, ഒന്നാമത് ചെറുതായിരുന്നു, പിന്നെ വലുത് 1-2 ഉള്ള ഉണ്ണിയൻ അരിഞ്ഞിട്ടൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ പകുതി മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, വെള്ളം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് തേങ്ങ അരച്ചും കൂടെ ഇതിൻ്റെ അകത്ത് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇത് ചെമ്മീനിൽ നിന്നും കൂടെ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം എന്തോരം നമുക്ക് ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയേ ഒഴിക്കുന്നുള്ളൂ. ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിനൊരു അരപ്പ് തയ്യാറാക്കി വെക്കാം. അതിനെ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർക്കാം. ബാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വെളുത്തുള്ളി അല്ലി, ഇഞ്ചിയുടെ ഒരു പീസ്, 3-4 ചെറിയ ഉള്ളി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരപ്പ് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. ഇത് വെള്ളരിക്ക ഒത്തിരി അങ്ങോട്ട് വെന്ത് കലങ്ങിപ്പോകണ്ട, മാങ്ങായും ചെമ്മീനും ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് 8-10 മിനിറ്റിക്കുള്ളിൽ ചെമ്മീൻ ഇട്ട് വേവിക്കരുത്. ഇപ്പോൾ ഏകദേശം ഒരു വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതിലേക്ക് ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. അന്നേരത്തേക്കും ആവശ്യത്തിനുള്ള വേവ് എല്ലാത്തിനും ആയിക്കോളും. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് ചേർക്കാം. നമുക്കൊന്ന് അടച്ചു വെക്കാം. തിളച്ചോന്ന് നോക്കാം.
അപ്പം ഇത് നന്നായിട്ട് കറി തിളച്ചിട്ടുണ്ട്. ചെമ്മീനായതുകൊണ്ട് ഇളക്കിയാൽ പൊടിഞ്ഞു പോകത്തൊന്നുമില്ല. ഏകദേശം 1 മിനിറ്റിൽ കൂടുതൽ ഇതിന് തിളപ്പിക്കരുത്. ഇപ്പം ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ കടുക് വറുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. വറ്റൽമുളക് മുറിച്ചതും ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. കടുക് വറുത്തത് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റായി. നമുക്കിതൊന്ന് നോക്കാം. നമ്മുടെ അടിപൊളി കറി റെഡിയായി. ഇത് അധികം ആരും ഉണ്ടാക്കാത്ത ഒരു കറിയാണ്. കാരണം ചെമ്മീനും മാങ്ങായും കൂടെ ഉണ്ടാക്കാറുണ്ട്. ആ കൂടെ വെള്ളരിക്കായും കൂടെ ചേർത്ത് അധികം ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല ഈ കറി. ചോറിൻ്റെ കൂടെ വളരെ സൂപ്പറാണ് ഈ കറി. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഉച്ചയൂണിന് പറ്റിയ ഒരു അടിപൊളി ചാറുകറിയാണ്. ചെമ്മീനും മാങ്ങായും ഒക്കെ ചേർത്ത് വീട്ടമ്മമാർ മിക്കവാറും ഒക്കെ കറി വെക്കാറില്ലേ? അതെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കറിയാണത്. അതിൻ്റെ കൂടെ വെള്ളരിക്കായും കൂടെ ചേർത്താൽ അടിപൊളി രുചിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ. നിങ്ങൾ ഇതുണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.